എപ്പോഴേലും ഒരു സ്ട്രേഞ്ച് ആയിട്ടൊരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവാറുണ്ടായിരുന്നു അല്ലേ? ഓൾസോ ഒരു ഫ്രണ്ടിനെ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള കാര്യമായിരുന്നു. നമ്മളിപ്പം സ്കൂളിലാണെങ്കിലും കൂടെ ഇരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സായി മാറും. അവരോട് കുറച്ച് സംസാരിക്കും, അവരുടെ കൂടെ കുറച്ച് കളിക്കും, അവർ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായി അല്ലേ? ആൻഡ് സംഹൗ നമ്മൾ ആ ഒരു ടൈമിൽ നിന്ന് അഡൾട്ട് ആവുമ്പോഴേക്കും സംതിങ് ചേഞ്ച്ഡ് അല്ലേ? നമുക്ക് നമ്മുടെ ഫോണിലൊക്കെ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരെ നമ്മൾ ഫ്രണ്ട്സാക്കി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വെക്കുന്നുണ്ട്. ചില ഓഫീസിൽ പോകുന്ന ആൾക്കാർ, ചില ആൾക്കാരെ ഇന്ന് മീറ്റ് പോലും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ നമ്മൾ കുറേ ആൾക്കാർ നല്ല ഫ്രണ്ട്സ് ഇല്ല, ഇല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ലോസ്റ്റ് ആയിപ്പോയി, വി ആർ ലോൺലി, ഇല്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് പാർട്ട് ഓഫ് ലൈഫ്, ആൻഡ് ഇല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടായത് അവരൊക്കെ നമ്മൾ മറന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ആ റിലേഷൻഷിപ്പിനെ അവിടെ തന്നെ നമ്മൾ ഉപേക്ഷിച്ചു അല്ലേ? ഇന്ന് ഞാൻ ആ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ റിലേഷൻഷിപ്പിനെ പറ്റിയും അതിൻ്റെ ഇമ്പോർട്ടൻസും എങ്ങനെ നമ്മൾ തന്നെ അറിയാണ്ട് മിസ്സായി പോയ ഒരു കാര്യം അതെന്താണ്, അത് ശരിക്കും ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണോ, അതോ നമ്മുടെ സൈഡിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്കാണോ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റാണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ ഒന്ന് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ് പാരഡോക്സ് ഉണ്ട്. അതായത് ഒരു കോൺസെപ്റ്റ്, ഇപ്പം അഡൾട്ട്സിന് ശരിക്കും ഫ്രണ്ട്സ് വേണ്ട എന്നല്ല, അതായത് കുറവ് ഫ്രണ്ട്സ് മതി എന്നുള്ളൊരു കാര്യമല്ല, പക്ഷേ അവർക്ക് ഡീപ്പർ ഫ്രണ്ട്ഷിപ്പ് വേണമെന്നുള്ളൊരു വിശ്വാസമാണ്. റീസെർച്ചിലും പറയുന്നുണ്ട്, സ്ട്രോങ് ആൻഡ് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാർ ദേ ആർ മോർ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ഇൻ ലൈഫ്. അപ്പം വാട്ട് ഹാപ്പൻഡ്, ലൈക്ക് ഇതറിഞ്ഞിട്ട് പോലും ഒരുപാട് അഡൾട്ട്സ് ദി സ്പെൻഡ് ഇയേഴ്സ് ഡെവലപ്പിംഗ് ഒരു ന്യൂ ഫ്രണ്ട്ഷിപ്പ്. നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട് ഇപ്പം കോളേജ് ലൈഫ് വരെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ജോലിക്കൊക്കെ നമ്മൾ വേറെ വേറെ സ്ഥലത്തേക്കും, വേറെ വേറെ സിറ്റിയിലും, വേറെ വേറെ സ്റ്റേറ്റ്, ചില ആൾക്കാർ വേറെ കൺട്രിയിലേക്ക് പോലും പോകും. അപ്പം ആ ഡിസ്റ്റൻസ് കൂടുന്തോറും നമുക്ക് ഇനി പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനുള്ളൊരു മടി പോലും വരും. ഓൾസോ നമ്മൾ അഡൾട്ട്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ബിക്കംസ് മോർ അബൌട്ട് പ്രൊഡക്ടിവിറ്റി ആൻഡ് നോട്ട് അബൌട്ട് കണക്ഷൻ. അതായത് നമ്മുടെ ലൈഫ് തന്നെ, നമ്മുടെ ഒരു ഡെയിലി റൂട്ടീൻ തന്നെ നോക്കുകയാണെങ്കിൽ, രാവിലെ എണീക്കുക, ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ജോലിക്ക് പോവുക, ജോലി ചെയ്യുക, തിരിച്ചു വരിക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, പിന്നെ വീട്ടിലെന്തെങ്കിലും ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക, പിന്നെ ഉറങ്ങുക. ഇത് റിപ്പീറ്റ് ലൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ഫ്രണ്ട്ഷിപ്പ് റിക്വയേഴ്സ് സംതിങ് ദാറ്റ് നമ്മുടെ ഈ മോഡേൺ എറ അല്ലെങ്കിൽ മോഡേൺ ടൈംസിൽ ഫ്രീ ആയിട്ട് കിട്ടാത്തൊരു കാര്യമാണ്. അതാണ് ടൈം വിത്തൗട്ട് പേർപ്പസ്. നമ്മളിപ്പോൾ ഡെയിലി റുട്ടീനിലുള്ള കാര്യങ്ങളെല്ലാം സ്കെഡ്യൂൾഡാണ് അല്ലേ? ഒരു കാര്യം പോലും നമുക്ക് എന്താ പറയുക ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു ഫ്രീഡമില്ല. ബിക്കോസ് നമ്മളൊരു ക്ലോക്ക് പോലെ വർക്ക് ആയിക്കൊണ്ടിരിക്കുക അല്ലേ? പക്ഷേ ശരിക്കും ചെറുപ്പത്തിലൊക്കെ നമുക്ക് എത്ര സമയമായിരുന്നല്ലേ, ഒന്നും ചെയ്യണ്ട, അപ്പം നമുക്ക് എത്ര ഫ്രണ്ട്സാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുകയാണ്, ടൈം പാസ് ചെയ്യുകയാണ്. പക്ഷേ വലുതാവും തോറും എവറി മീറ്റിംഗ് ഇല്ലെങ്കിൽ എവറി ഇൻട്രാക്ഷൻ നീഡ്സ് എ റീസൺ. ഇപ്പം ബിസിനസ് മീറ്റിംഗ്സ്, നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ്, കോഫി മീറ്റിംഗ്, ഇല്ലെങ്കിൽ ക്ലയൻറ്റ് മീറ്റിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, ഒരു റീസൺ വേണം ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇപ്പം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഹാസ് ബിക്കം സംതിങ് ലൈക്ക് അപ്പോയിൻമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ വി ഹാവ് ടു ബുക്ക് അപ്പോയിൻമെൻറ്റ് വിത്ത് എ ഫ്രണ്ട്. ഇപ്പം നമ്മുടെ കേസ് മാത്രമല്ല, അപ്പുറത്തെ ആൾക്കും ദേ ഹാവ് ടു ഫ്രീ അപ്പ് ദെയർ സ്പേസ്. ആൻഡ് ഒരു റിലേഷൻഷിപ്പും ആ ഒരു കോൺസെപ്റ്റിനെ എന്താ പറയുക, ആ ഒരു കോൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷനും വിജയിക്കില്ല. ബിക്കോസ് സമയമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു, ഇല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്നു അല്ലേ? അങ്ങനെ നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് പോവും. ബിക്കോസ് അത്രയും എഫേർട്ട് എടുക്കാനും ആ ഒരു ലോജിക്കൽ പാർട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസ് വോണ്ട് വർക്ക്. രണ്ടാമത്തെ കാര്യം ഭയങ്കര ഓബ്വിയസ് ആണ്. നമ്മൾ നമ്മുടെ ഡിസ്റ്റൻസിനെ ഫ്രണ്ട്ഷിപ്പായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും.
അതായത് ജസ്റ്റ് തിങ്ക് നമ്മുടെ സ്കൂളിൽ ഉള്ള ഫ്രണ്ട്സ്, നമ്മുടെ കോളേജിലുള്ള ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് പ്ലേസ് അതായത് ഓഫീസിലുള്ള ഫ്രണ്ട്സും അവരെയൊക്കെ നമ്മൾ എന്നും കാണുന്ന കാരണം അവരായിട്ടുള്ള ബോണ്ട് കൂടുതലാണ്, സ്ട്രോങ് ആണ്. പക്ഷേ വെൻ ലൈഫ് ഹാപ്പൻസ് എന്ന് പറയുമ്പം ജോലി കഴിഞ്ഞ് ആൾക്കാർ കല്യാണം കഴിഞ്ഞ് വേറെ ഫേസിലേക്ക് പോയി, ഫാമിലിയായി, അല്ലെങ്കിൽ ജോലിക്ക് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്തു, എബ്രോഡ് പോയി, അങ്ങനെയൊക്കെ ആകുമ്പം ആ ഒരു ഡിസ്റ്റൻസ് കൂടും. അതായത് ആ പ്രോക്സിമിറ്റി, നമ്മുടെ അടുത്തുണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ സ്കൂളും കോളേജും ആ ഒരു എൻവയൺമെൻറ്റ് തന്നെ മാറും, ആ എൻവയൺമെൻറ്റ് പോവും. അപ്പം ഫ്രണ്ട്ഷിപ്പ് ത്രൈവ് ചെയ്യാനുള്ള എൻവയൺമെൻറ്റ് പോകുമ്പം നമ്മൾ നാച്ചുറലി ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു വാല്യൂ നഷ്ടപ്പെടും, അല്ലേ? അതാണ് നമ്മുടെ അഡൾട്ട്ഹുഡിലെ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മളൊരാളെ എന്നും കാണുന്നില്ലെങ്കിലും വുഡ് ഐ വോണ്ട് ടു ബി ഫ്രണ്ട്സ് വിത്ത് ദിസ് പേഴ്സൺ, എന്നാൽ മാത്രമേ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ചെയ്യുള്ളൂ, അല്ലേ? പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവ്രിവൺ ഈസ് വെയിറ്റിംഗ് ഫോർ സമൺ ടു റീച്ച് ഔട്ട്. ഇപ്പം രണ്ടാൾക്കാർ ഫ്രണ്ട്സ് ആണെങ്കിൽ എവിടെയോ നമുക്കൊരു ഈഗോ വരും. ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ തോന്നുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മെസ്സേജ് അയക്കാണ്ടിരിക്കും. നമ്മൾ വെയിറ്റ് ചെയ്യും അവർ മെസ്സേജ് ചെയ്യാൻ വേണ്ടി, നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്യും അവർ മെസ്സേജ് ചെയ്യാൻ വേണ്ടി, നമ്മൾ അയക്കില്ല, പിന്നെയും വെയിറ്റ് ചെയ്യും. ആൻഡ് ദിസ് വെയിറ്റിംഗ് കണ്ടിന്യൂസ് അൺടിൽ ദ ഫ്രണ്ട്ഷിപ്പ് ഡസൻറ്റ് എക്സിസ്റ്റ് എനിമോർ. ശരിക്കും ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും പോകുന്നത് ഒരു തല്ലൂട്ടോ ഇല്ലെങ്കിൽ ഒരു ബിട്രയലോ ഇല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടല്ല. ഇറ്റ്സ് പ്യുവർലി ബിക്കോസ് ഓഫ് സൈലൻസ്. ആൻഡ് നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ പറയുന്നുണ്ട് റിലേഷൻഷിപ്സ് നീഡ് ആക്ഷൻ. എന്ത് കാര്യമാണെങ്കിലും ഒരു രണ്ടാൾക്കാരുടെ ഇടയ്ക്കുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എഫേർട്ട് എടുക്കണം. ഒരുപാട് ആൾക്കാർ ഫ്രണ്ട്സിന് വേണ്ടി ഭയങ്കരമായിട്ട് കെയർ ചെയ്യും കേട്ടോ, പക്ഷേ ഫ്രണ്ട്ഷിപ്സ് ഡൈ നോട്ട് ബിക്കോസ് കെയർ ഇല്ലാത്ത കാരണം, ഇറ്റ്സ് ബിക്കോസ് എഫേർട്ട് എടുക്കാത്ത കാരണം. എല്ലാ റിലേഷൻഷിപ്പിനും എഫേർട്ട് എടുക്കണം എന്ന് പറയുമ്പം ഒരു നാലാമത്തെ പോയിൻ്റാണ് ശരിക്കും അഡൾട്ട്ഹുഡിൽ നടക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് നീഡ്സ് മെയിൻ്റെനൻസ്. ബിക്കോസ് നമ്മളെല്ലാവരും മെച്യൂർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം ഒരു പ്ലാന്റ് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നോബഡി സർപ്രൈസ്ഡ്, ബിക്കോസ് നമ്മൾ വെള്ളം ഒഴിച്ചില്ല, അത് ഡ്രൈ ആയിപ്പോയി, അത് ചത്തുപോയി. ഒരു വണ്ടി കുറേ കാലമായിട്ട് മെയിൻ്റെനൻസ് വേണമെന്ന് പറയുന്ന, സർവീസ് വേണമെന്ന് പറയുന്ന വണ്ടി സർവീസ് ചെയ്യാണ്ടാവുമ്പം അത് ബ്രേക്ക് ഡൗൺ ആവും. അപ്പോഴും ആൾക്കാർക്ക് വലിയ വിഷമമൊന്നുമില്ല, സർപ്രൈസ്ഡ് അല്ല. പക്ഷേ നമ്മുടെ റിലേഷൻഷിപ്സ് വരുമ്പം ഇല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് വരുമ്പം ഒരു എഫേർട്ട് കൊടുക്കാത്ത ഫ്രണ്ട്ഷിപ്പ് തന്നെത്താൻ സൈലൻ്റ് ആയി പോവുക ഇല്ലെങ്കിൽ അത് ഫൊഗോട്ടൻ ആയി പോകുമ്പം എല്ലാവർക്കും ഭയങ്കര ഷോക്കാണ്. which should not happen, because even friendship needs attention, it needs affection, it needs effort, and ഇതൊക്കെ ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്. ഇപ്പം ഇന്ന് ചെയ്തു ഇനി അടുത്ത വർഷമാണ് ചെയ്തത്, നോ, ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക്. ബിക്കോസ് ഇപ്പം പീപ്പിൾ ചേഞ്ച് വിത്ത് ടൈം. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫാക്ടേഴ്സ് കൂടുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ പ്രയോറിറ്റീസ് മാറും. അതിലാരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, അല്ലേ? നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഷുഡ് സ്റ്റിൽ റിമെയിൻ ആസ് ഇറ്റ് ഈസ് ഈവൻ വിത്തൗട്ട് എഫേർട്ട്. നമ്മൾ കോളേജിൽ സംസാരിക്കുന്ന ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൾക്കാർ മേ നോട്ട് ബി ദ ഫ്രണ്ട്സ് ഹൂ യു ടോക്ക് ടു ഇപ്പം. ആൻഡ് ദാറ്റ് ഡസൻ മീൻ അവർ നമ്മുടെ ഫ്രണ്ട്സ് അല്ല, അല്ലേ? ബിക്കോസ് ആൾക്കാർ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് വരുന്നതനുസരിച്ച് അവരുടെ ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. ഇപ്പോൾ എന്നും സംസാരിക്കുന്ന ആൾക്കാരായിരുന്നെങ്കിൽ വി ഷുഡ് മേക്ക് ഇറ്റ് ഒരു ഒക്കേഷണലി, ഒരു മാസം കൂടുമ്പം സംസാരിക്കുക അല്ലെങ്കിൽ വീക്ക്ലി സംസാരിക്കുക. ആൻഡ് ആ ഒരു കേസിൽ രണ്ട് പാർട്ടിയും, രണ്ട് ഫ്രണ്ട്സും അത് മനസ്സിലാക്കും. ആൻഡ് ഇറ്റ്സ് ഈസി ഫോർ ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ടു സസ്റ്റെയിൻ, ടു ത്രൈവ്. ഹിന്ദു ഫിലോസഫിയിൽ പറയുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദർ ഇസ് എ ഹിഡൻ കോസ്റ്റ് ഓഫ് ലോൺലിനെസ്. അതായത് ഇപ്പോഴത്തെ ജനറേഷനിൽ ഇൻഡിപെൻഡൻസിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട്. അതായത് തന്നെത്താൻ എല്ലാം ചെയ്യാൻ നോക്കുന്ന ആൾക്കാർക്ക് സൊസൈറ്റിയിൽ ഭയങ്കര വാല്യൂ ആണെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യൽ നിർത്തി, എല്ലാം തന്നെത്താൻ ചെയ്യാൻ നോക്കും. വിഷമങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും ഷെയർ ചെയ്യൽ കുറഞ്ഞു. പക്ഷേ ഹ്യൂമൻസ് വർ നെവർ ഡിസൈൻഡ് ഫോർ ഇൻഡിപെൻഡൻറ്റ് ലിവിങ്. അതായത് എപ്പോഴും ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഏർലി ഹ്യൂമൻസിനെ നോക്കുവാണെങ്കിലും ട്രൈബായിട്ടായിരുന്നു അവർ ജീവിക്കുന്നുണ്ടായിരുന്നു, ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഒരു വില്ലേജ് ആണെങ്കിൽ എല്ലാവർക്കും ഒരു യൂണിറ്റി ഉണ്ട്. പിന്നെ ഒരു ഇപ്പം നമ്മൾ ഫാമിലി എന്ന് പറയുവാണെങ്കിലും ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ഹു പ്രൊട്ടക്റ്റ് ഈച്ച് അതർ. അപ്പം ആ ഒരു കണക്ഷൻ, ആ ഒരു കമ്മ്യൂണിറ്റി വാസ് നോട്ട് ഓപ്ഷണൽ, അത് മാൻഡേറ്ററി ആയിരുന്നു. ഓരോ ആൾക്കാർക്ക്
അവരുടെ ലോൺലിനെസ് മറന്ന് ഒരു കമ്മ്യൂണിറ്റി ആയി സെലിബ്രേറ്റ് ചെയ്യാൻ ഉള്ളൊരു കോൺസെപ്റ്റ് വാസ് നെസസറി. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെ കൺവീനിയൻസ് ഒരുപാട് കൂടി. ഇപ്പം നമുക്കൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഓൺലൈൻ കാണാൻ പറ്റും. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണെങ്കിലും ഓൺലൈൻ ഷോപ്പ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ലൈഫിലെ കംഫർട്ട് കൂടി, നമ്മുടെ കൺവീനിയൻസ് കൂടി അതിനനുസരിച്ച് നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു അഫെക്ഷൻ അത് നമ്മൾ ലൂസ് ചെയ്ത് തുടങ്ങി. ആ ഒരു അഫെക്ഷൻ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി. നമ്മുടെ ഹിന്ദു ഫിലോസഫിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്സ് വാസ് നോട്ട് ഒരു ഡിസ്ട്രാക്ഷൻ ഫോർ ലൈഫ്, ആൻഡ് ലൈഫ് ഇറ്റ് സെൽഫ് വാസ് നോട്ട് മെൻറ്റ് ടു ലിവ് അലോൺ. അതായത് നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടി അല്ല നമ്മുടെ ലൈഫ്. ഇപ്പം നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ നമ്മുടെ ഏൻഷ്യൻറ്റ് ഹിന്ദു സ്റ്റോറീസ് എടുക്കുവാണെങ്കിലും രാമായണം ആണെങ്കിലും മഹാഭാരതം ആണെങ്കിലും ഫ്രണ്ട്സിന് ഭയങ്കര ഫോക്കസാണ്. ഇപ്പം രാമന് നല്ലൊരു ഫ്രണ്ട് വേണമായിരുന്നു, എന്നാൽ മാത്രമേ എന്താ പറയുക സീതയെ സേവ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ തന്നെ കൃഷ്ണന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പിനുള്ള ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കുറേ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് ദ സിമ്പിൾ ലെസൺ ഇസ് വി ഗ്രോ ത്രൂ ഫ്രണ്ട്ഷിപ്സ് അല്ലെങ്കിൽ വി ഗ്രോ ത്രൂ റിലേഷൻസ്. ഇറ്റ്സ് ബിക്കോസ് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ദേ സപ്പോർട്ട് us, ദേ ഹെൽപ്പ് us, ദേ സെലിബ്രേറ്റ് us. ഒന്നുമില്ലെങ്കിലും ദേ മേക്ക് us ബിലീവ് ദാറ്റ് വി ആർ നോട്ട് അലോൺ. അപ്പം ദാറ്റ് ഈസ് എ വെരി സ്ട്രോങ് പോയിൻറ്റ് ദാറ്റ് വി നീഡ് ടു കണ്ടിന്യൂ അവർ ലൈഫ് അല്ലേ. അപ്പോൾ ഇതായിരുന്നു ഇന്ന് പറയാൻ വിചാരിച്ച കാര്യങ്ങൾ. നമുക്ക് ബേസിക് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തുന്ന ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവരുടെ മെസ്സേജ് വരും, കോൾ വരും എന്നൊക്കെ വെയിറ്റ് ചെയ്തുന്ന ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. വെയിറ്റ് ചെയ്യണ്ട, നമ്മൾ തന്നെ അവർക്കൊരു മെസ്സേജ് ഇടുക. റിപ്ലൈ വരുവാണെങ്കിൽ വരട്ടെ, പക്ഷേ ജസ്റ്റ് ഡു ദാറ്റ്, ജസ്റ്റ് റീച്ച് ഔട്ട്. ആൻഡ് ഈവൻ ദോ ഇറ്റ് സൗണ്ട്സ് വെരി എന്താ പറയുക മീറ്റിംഗ് പോലെ, ജസ്റ്റ് സ്കെഡ്യൂൾ ഒരു ഫ്രണ്ട്ഷിപ്പ്. ബിക്കോസ് നമ്മൾ ഇതൊക്കെ ഓർത്തിരിക്കുകയുള്ളൂ അല്ലേ. മേ ബി അവരുടെ അടുത്ത സമയം ഉണ്ടാവുമായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷേ ജസ്റ്റ് ടേക്ക് ദാറ്റ് എഫേർട്ട്. ഓൾസോ കുറേ കാലം കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞ് റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ ഡോണ്ട് എക്സ്പെക്ട് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരുപാട് നേരം നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കാൻ പറ്റുമെന്ന്. ഓഫ് കോഴ്സ് നോട്ട്. പാസ്റ്റ് ഇസ് പാസ്റ്റ്. നമ്മൾ പ്രസൻറ്റ് ഡേയിലെ കാര്യങ്ങൾ സംസാരിക്കുക. എത്ര സമയം സംസാരിക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് ടൈം ചെയ്യണ്ട. ജസ്റ്റ് ഫോക്കസ് ഓൺ ദാറ്റ് ഡെപ്ത്. ഒരുപാട് ക്വാണ്ടിഫൈ ചെയ്യാൻ നോക്കണ്ട. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ടു ബി ഓണസ്റ്റ്, ഞാൻ 1, 2, 3 ഫ്രണ്ട്സിനെ റീച്ച് ഔട്ട് ചെയ്തു ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. ഇറ്റ് ഫീൽസ് ഗുഡ്. അതിൽ 2 ആൾക്കാരുടെ റിപ്ലൈ വന്നു ഓൾറെഡി, ആൻഡ് ഐ ജസ്റ്റ് ഫീൽ ഗുഡ്. ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചേ ഉള്ളൂ ആൻഡ് ഇറ്റ് ഫീൽസ് ഗുഡ്. സോ ട്രൈ ചെയ്ത് നോക്കും. അപ്പം ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.